കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതയാണ്. നമ്മുടെ കാട്ടാക്കടയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 തവണ ഗ്രാമപഞ്ചായത്തിൽ മീറ്റിംഗ് കൂടിയിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, SHO, ജോയിന്റ് RTO അങ്ങനെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു മീറ്റിംഗ് നടന്നത്. അതിൻ്റെ കുറേയധികം തീരുമാനങ്ങൾ ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് SHOയ്ക്കും ജോയിന്റ് RTO ഓഫീസിലേക്കും നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഇപ്പോൾ വരാൻ പോകുന്നത് ഓണക്കാലമാണ്. കാട്ടാക്കടയിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ആ ഒരു സമയം കൂടെയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആ ഒരു ഗതാഗത ക്രമീകരണങ്ങൾ നിർബന്ധമായും നടത്തുന്നതാണ്. അത് പ്രധാനമായി എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ കഞ്ചൂർക്കോണം റോഡ് ആദ്യത്തെ 50 മീറ്റർ പൂർണ്ണമായും ഇരുവശങ്ങളും നോ പാർക്കിംഗ് ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടുന്ന് കാട്ടാക്കട ജംഗ്ഷനിൽ നിന്ന് നെയ്യാർ ഡാമിലേക്ക് പോകുന്ന ആ ഒരു വശം, അതിൻ്റെ വലതുവശം കാട്ടാക്കട പഞ്ചായത്ത് ഇരിക്കുന്ന ആ വശം നോ പാർക്കിംഗ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മാത്രമേ 2 വീലർ പാർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ വാഹനങ്ങൾ അധിക സമയം നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ പാർക്ക് ചെയ്യുന്നത് അനുവദിക്കുന്നതല്ല. ആ കടയിൽ സാധനം വാങ്ങാൻ വന്നാൽ അവിടെ നിന്ന് ഇറങ്ങിയാലുടൻ ആ വാഹനം അവിടെ നിന്ന് മാറ്റേണ്ടതാണ്. അല്ലാത്ത പക്ഷം ആ വാഹനങ്ങൾക്കും ഫൈൻ അടിക്കുന്നതാണ്. കാരണം അധിക നേരം പാർക്ക് ചെയ്ത് രാവിലെ ദീർഘദൂര യാത്രകൾ പോകുന്ന ആൾക്കാർ ഈ കാട്ടാക്കടയിലെ ഇരുവശത്തും കൊണ്ട് പാർക്ക് ചെയ്ത് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയോ ആണ് അവിടെ വന്ന് വാഹനങ്ങൾ എടുക്കുന്നത്. അങ്ങനെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളാണ് ഈ കാട്ടാക്കടയിൽ ഇത്രയധികം ഗതാഗത കുരുക്കുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടും. അതോടൊപ്പം ആ വാഹനങ്ങൾക്ക് ഫൈൻ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പഞ്ചായത്തിൽ നിന്നും കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ ഒരു ക്രമീകരണങ്ങൾ, അതിൻ്റെ പ്രാഥമികമായ അറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, പത്രത്തിൽ പരസ്യം ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വ്യാപാരി വ്യവസായികൾ ഒരു അനൗൺസ്മെന്റ് കൂടെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഉടൻ തന്നെ നമ്മൾ ഗ്രാമപഞ്ചായത്ത് അത് ശ്രദ്ധിക്കുന്നതാണ്.